ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗീ റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ടിപ്സ് ഒക്കെ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ആ ടെക്നിക്സ് ഒന്നും നിങ്ങൾ മിസ്സാകാതെ കാണുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ചുവട് കട്ടിയുള്ള പാത്രം നമ്മൾ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ മെഷർമെന്റ്സ് എല്ലാം കറക്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹോൾ സ്പൈസസ് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. നല്ല ഗീ റൈസിന്റെ റെസിപ്പിയാണ് ഇത്. കുറച്ച് കൂടുതലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കറിവേപ്പില വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴന്ന് വന്ന സമയം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് തിളപ്പിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ. ഇനി ഇതിനകത്ത് ഈ വെള്ളമാണ് നമുക്ക് തിളച്ചതിന് ശേഷമാണ് റൈസ് ഇടേണ്ടത്. ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങയും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടാനുള്ള ഒരു സംഭവമാണ്. അതായത് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ പാലൊക്കെ ചേർക്കാറില്ലേ, അതുപോലെ ഗീ റൈസിനകത്ത് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ചേർക്കാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച റൈസ് കഴുകി വാരി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ റൈസ് അടച്ചു വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണേ ഇട്ട് കൊടുക്കാൻ. ആദ്യമേ കുറച്ച് സമയം റൈസ് നല്ല ഹൈ ഫ്ലെയിമിൽ ബോയിൽ ആകണം. എന്നാലേ നമുക്ക് കറക്റ്റ് വേവ് റെഡി ആവത്തുള്ളൂ. ഇപ്പം നമ്മുടെ റൈസിന് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിലിടയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വീട്ടിൽ സാധാരണ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നല്ല റൈസ് കിട്ടും. ഇനി ഇതിനകത്തേക്ക് രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ടേ. ഒന്ന് ക്യാരറ്റ് ആണേ. ക്യാരറ്റ് നമുക്ക് കുറച്ച് കൂടുതലൊക്കെ ചെയ്യാമെങ്കിൽ നല്ല കളറും ഒക്കെ ആയിരിക്കും കേട്ടോ. പോവല്ലേ. ഇനി ഗീ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നോക്കുമ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗീയും കൂടെ ഒഴിക്കണം. റൈസൊക്കെ വെന്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഗീ കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ആ ചൂട് ചോറിലേക്ക് ചേർക്കാമെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂം മോർണിങ്ങിനും എല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ റൈസ് നല്ല ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ കുറെ സമയം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ റൈസ് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ഇതിന് ശേഷം റൈസ് ഒന്ന് ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ റൈസ് കുഴഞ്ഞു പോവുകയെ. കാരണം കൂടുതൽ റൈസ് ഉള്ളത് കൊണ്ടാണ്. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നിട്ട് നമ്മളൊക്കെ കഴിക്കാവുന്ന സമയത്ത് ഇളക്കി യോജിപ്പിച്ചാലും മതി. നമ്മൾ കൂടുതലൊക്കെ ഉണ്ടാക്കൂലേ, ആ ടൈമിൽ ഇങ്ങനെ റൈസ് നല്ല വെയിറ്റോട് കൂടി ഇരിക്കുമല്ലേ. ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് റൈസ് കുഴഞ്ഞു പോയെന്ന്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ഇളക്കി കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ബാക്കി റൈസിൻസും മല്ലിയില വേണ്ടവർക്ക് അതും ഇടാം കേട്ടോ. പിന്നെ ഉണിയിലെല്ലാം കൂടെ ഫ്രൈ ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ റൈസ് ഇവിടെ കഴിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.